ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മീഡിയ എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഈ ഓഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത് പൈനിയേഴ്സ് ഓഫ് ഇന്ത്യൻ ജേർണലിസം ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം, രാജാ റാംമോഹൻ റോയ്, സെറാംപൂർ മിഷണറീസ്, ഗാന്ധിജി ആസ് എ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ ഡ്യൂറിംഗ് ദി എമർജൻസി പീരീഡ്, ദാറ്റ് ഇസ് ഫ്രം 1975 to 1977. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൈനിയേഴ്സ് ഓഫ് ഇന്ത്യൻ ജേർണലിസത്തിലെ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ കുറിച്ച് നോക്കാം. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അയർലൻഡുകാരനാണ്, അതായത് ഐറിഷ്മാൻ ആണ്. ഹിക്കീസ് ബംഗാൾ ഗസറ്റ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിന്റെ പേര്. 1780 കൽക്കട്ടയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് എ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് അതിനെ ദ ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നും വിളിക്കുന്നുണ്ട്. ഈ പേപ്പറിന് ആകെ 2 ഷീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വൺസ് എ വീക്ക് മാത്രമായിരുന്നു പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത്, അതായത് കൽക്കട്ടയിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഹിക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കറപ്ഷനെയൊക്കെ എക്സ്പോസ് ചെയ്തിരുന്നൊരു ആളായിരുന്നു. ആൻഡ് ഹൈ ഒഫീഷ്യൽസിനെ, എസ്പെഷ്യലി ഗവർണർ ജനറൽ ആയിട്ടുള്ള വാരൻ ഹേസ്റ്റിങ്സിനെയൊക്കെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു എഴുതിയിട്ടുണ്ട്. ഈ പേപ്പർ സപ്പോർട്ട് ചെയ്തിരുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ആയിരുന്നു. ആൻഡ് ഓൾസോ സംടൈംസ് ഇറ്റ് ക്യാരിഡ് സറ്റാറിക്കൽ അണ്ടർടോൺസ് ഉണ്ടായിരുന്നു. ആൻഡ് സംടൈംസ് സ്കാൻഡൽസ് ഒക്കെ, അതായത് ഗോസിപ്പിംഗ് ആയിട്ട് ആ ഒരു ടച്ചൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു. ആൻഡ് അഡ്വർടൈസ്മെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു പേപ്പറിനകത്ത്, ബാക്കിയുള്ള ന്യൂസ് പേപ്പേഴ്സിനെ പോലെ. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ പേപ്പറിനകത്ത് സോഷ്യൽ ഗോസിപ്പ്, പേഴ്സണൽ അറ്റാക്സ്, ഇതൊക്കെ വളരെ പോപ്പുലർ ആക്കി മാറ്റി ഈ ഒരു ന്യൂസ് പേപ്പറിനെ. ആൻഡ് ഓൾസോ ഇറ്റ് മെയ്ഡ് ഇറ്റ് കോൺട്രവേഴ്ഷ്യൽ. ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഓപ്പൺലി അറ്റാക്ക് ചെയ്തിരുന്നു. എസ്പെഷ്യലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ പവർ മിസ്യൂസിനെ കുറിച്ചായിരുന്നു ഇദ്ദേഹം എഴുതിയിരുന്നത്. ആൻഡ് ഹിക്കിയുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരു കൊളോണിയൽ ഒപ്രഷന്റെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പുറത്ത് കൊണ്ടുവരുന്ന ആരെന്ന് പറയുന്നത് ഹിക്കി എന്ന് പറയുന്നത്. സോ ആൻഡ് ഹി വാസ് ഫ്രീക്വൻലി ആക്ച്വലി കൊളോണിയൽ ഒഫീഷ്യൽസിനെ ഇതുപോലെ ഉപദ്രവിക്കുന്നത് കൊണ്ട്, ഞാൻ എഴുതുന്നത് കൊണ്ട് തന്നെ ഹി വാസ് ഫ്രീക്വൻലി സൂഡ് ബൈ ദി കൊളോണിയൽ ഒഫീഷ്യൽസ്. ഓക്കെ. ആൻഡ് 1781 ഇദ്ദേഹത്തിന് ഇംപ്രിസൺ ചെയ്തിട്ടുണ്ട്, സെൻസർഷിപ്പ് ഓർഡേഴ്സ് ഒക്കെ റിജക്ട് ചെയ്തതിന്. ആൻഡ് ഇദ്ദേഹത്തിന്റെ പ്രസ് ഒരുപാട് തവണ സീസ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ പ്രസ്. ആൻഡ് ഡിസ്പൈറ്റ് ഹിസ് സ്ട്രഗിൾസ് പക്ഷേ അദ്ദേഹം ആ ഒരു ജേർണലിസത്തിന്റെ ഫൈറ്റിൽ അദ്ദേഹം ഒരിക്കലും ഗേവ് അപ്പ് ചെയ്തിരുന്നില്ല. ആൻഡ് ഹി വാസ് എ ഫസ്റ്റ് ടു ഹൈലൈറ്റ് ദ ലിങ്ക് ബിറ്റ്വീൻ പ്രസ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു ഗസറ്റ്, ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഇന്ത്യൻ ജേർണലിസത്തിന് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. പവർ ഓഫ് ജേർണലിസം, അതായത് അതോറിറ്റിയുടെ വാച്ച് ഡോഗ് എന്നുള്ള രീതിയിൽ ജേർണലിസത്തിന്റെ പവറിനെ മുൻകൂട്ടി കാണിച്ചത് ആരായിരുന്നു? നമ്മുടെ ഹിക്കിയായിരുന്നു. അതുപോലെ തന്നെ ഹിക്കിയുടെ ഈ ഒരു പേപ്പറിന് ബോത്ത് ഇംഗ്ലീഷ് റീഡർഷിപ്പും ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻ റീഡർഷിപ്പും ഉണ്ടായിരുന്നു. ആൻഡ് ഈ അതായത് ഓരോ ആളുകളെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് എഴുതുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പേപ്പറിനകത്ത്. സോ അതിൽ വളരെ ഭയങ്കര ക്രൂവലായിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിസം പ്ലസ് ആക്ടിവിസം ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊളോണിയൽ സെൻസർഷിപ്പിനെതിരെയൊക്കെ, അതായത് ഒബ്വിയസ്ലി കൊളോണിയൽ റൂളിനെതിരെ ആയിരുന്നല്ലോ ഇദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. സോ ആ സെൻസർഷിപ്പിനെതിരെ, കൊളോണിയലിസം അല്ലെങ്കിൽ കൊളോണിയൽ സെൻസർഷിപ്പിനെതിരെയൊക്കെ ഇദ്ദേഹം നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് നിന്നിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹിസ്റ്റോറിയൻസ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ്മാൻ ആയിരുന്നു, ഒരു റിഫോമിസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു. ഇന്ത്യയിൽ കൽക്കട്ട ജേർണൽ എന്നുള്ള ന്യൂസ് പേപ്പർ ആയിരുന്നു ഇദ്ദേഹം ഫൗണ്ട് ചെയ്തത്. 1880 ഇത്. ആൻഡ് ബോത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലും യൂറോപ്യൻസിൻ്റെ ഇടയിലും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ജേർണലായിരുന്നു ഇത്. ആൻഡ് ഫ്രീഡം ഓഫ് ദി പ്രസ്സിന് വേണ്ടി ഇദ്ദേഹം ഒരുപാട് അഡ്വക്കേറ്റ് ചെയ്തു. ഗവൺമെൻറ് പോളിസീസിനെ ഇദ്ദേഹവും ഒരുപാട് അറ്റാക്ക് ചെയ്ത് എഴുതിയിരുന്നു. സോഷ്യൽ റിഫോംസിനും പിന്നെ അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഇദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ആൻഡ് കറപ്ഷനെതിരെയൊക്കെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്ത് എഴുതി, എസ്പെഷ്യലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനീതികൾക്കെതിരെ, അതായത് ഇൻജസ്റ്റിസിനെതിരെ. കൽക്കട്ട ജേർണൽ അങ്ങനെ വളരെ ഒരു ഔട്ട്സ്പോക്കൺ പേപ്പറായിട്ട് മാറി ആ സമയത്ത്. ലിബറൽ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്തു. വളരെ നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ന്യൂസ് പേപ്പർ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ആൻഡ് ഗവർണർ ജനറൽ ലോർഡ് ഹേസ്റ്റിങ്സിനെ, അതായത് നമ്മൾ നേരത്തെ ആരായിരുന്നു നമ്മുടെ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ക്രിട്ടിസൈസ് ചെയ്ത പോലെ തന്നെ ഇദ്ദേഹവും ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് വാരൻ ഹേസ്റ്റിങ്സിനെ ഇദ്ദേഹവും ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് പക്ഷേ ലോർഡ് ആംഹേഴ്സ്റ്റ് എന്നുള്ള ഗവർണർ ജനറലിന്റെ കീഴിൽ ഇദ്ദേഹത്തിന്റെ ജേർണലിനെ ഹെവിലി സപ്രസ് ചെയ്തിരുന്നു. ആൻഡ് ബക്കിംഗ്ഹാമിനെ പിന്നീട് ഇവഞ്ച്വലി ഇന്ത്യയിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുവാണ് 1823. അദ്ദേഹത്തിന്റെ എക്സ്പൾഷനാണ് കൊളോണിയൽ റിപ്രഷന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റർ ഇന്ത്യൻ റിഫോമേഴ്സിനൊക്കെ
പ്രസ്സിന് വെച്ചിട്ട് ഒരു റീഫോം കൊണ്ടുവരുന്നതിന് എക്സാമ്പിളായിട്ട് മാറിയ ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. പബ്ലിക് ഗുഡിന് വേണ്ടി വേണം പ്രസ് നിൽക്കാൻ, അല്ലാതെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയല്ല എന്ന് അഡ്വക്കേറ്റ് ചെയ്ത ഒരാളാണ് ഇദ്ദേഹം. ആൻഡ് ഓൾസോ ഫിയർലെസ് ജേർണലിസം എന്താണെന്ന് ഇന്ത്യൻസിന് പഠിപ്പിച്ചു കൊടുത്തൊരു ജേർണലായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. ആൻഡ് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, ഓണസ്റ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം. ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ലിബർട്ടിയെക്കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ഡിബേറ്റ്സ് ഒക്കെ ഇദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നൽകി. ആൻഡ് നാഷണലിസത്തിന് ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒരുപാട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രീ പ്രസ്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരുന്നത്. അതുപോലെ ഫ്രീ പ്രസ്സാണ് ഡെമോക്രസിക്കും നല്ലൊരു ഗവർണൻസിനും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. ഈവൻ ആഫ്റ്റർ ലീവിങ് ഇന്ത്യ അദ്ദേഹം കൊളോണിയൽ പോളിസീസിനെതിരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രോങ് ക്രിട്ടിക്കായിരുന്നു. ആൻഡ് ഒരുപാട് ബുക്സും പാർലമെൻ്ററി പേപ്പേഴ്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത രീതിയൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, പ്രസ് ഫ്രീഡം ഇൻ ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദി ഫസ്റ്റ് മാർട്ടിയേഴ്സ് ആയിരുന്നു, രക്തസാക്ഷിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു റീഫോമിസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഇദ്ദേഹം എന്ന് പറയുന്നത്. അടുത്തത് രാജാ റാംമോഹൻ റോയ് ആണ്. ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. പ്രസ്സിനെ ഒരു സോഷ്യൽ റീഫോമിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും ടൂളായിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തത്. ന്യൂസ് പേപ്പേഴ്സിന് ഇന്ത്യൻ സൊസൈറ്റിയെ ഇഗ്നോറൻസിൽ നിന്ന് അവേക്കൻ ചെയ്യാൻ സാധിക്കും എന്ന് ബിലീവ് ചെയ്തിരുന്ന ഒരാളായിരുന്നു രാജാ റാംമോഹൻ റോയ്. ഹി സ്റ്റാർട്ടഡ് സമ്പദ് കൗമുദി ഇൻ ബംഗാളി ലാംഗ്വേജ് ഇൻ 1821. അതുപോലെ തന്നെ പേർഷ്യൻ ജേർണലായിട്ടുള്ള മിററ്റ് ഉൽ അക്ബർ എന്നുള്ള ജേർണലിനെയും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേപ്പേഴ്സ് പ്രൊമോട്ട് ചെയ്തിരുന്നത് റാഷണൽ തിങ്കിങ്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റീഫോംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. സതിയെ അബോളിഷ് ചെയ്തതിന് വേണ്ടി ഒരുപാട് അഡ്വക്കേറ്റ് ചെയ്തു. കാസ്റ്റ് ബേസ്ഡ് ഒപ്രഷനെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. വിമൻസ് റൈറ്റ്സിനും വിഡോ റീമാരേജിനും ചാമ്പ്യൻ ചെയ്ത ഒരാളായിരുന്നു ഇദ്ദേഹം. ബംഗാൾ റിനേസൻസിന് ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. റിലീജിയസ് ഫനാറ്റിസിസം, സൂപ്പർസ്റ്റിഷൻസിനെതിരെയൊക്കെ ഇദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പ്രസ് ഫ്രീഡത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. കൊളോണിയൽ അതോറിറ്റീസ് പ്രസ് ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. പ്രസ് ഫ്രീഡം വേണമെന്ന് പറഞ്ഞ ആളാണ്. ഈ സെൻസർഷിപ്പ് ലോയൊക്കെ ഇദ്ദേഹം ഒപ്പോസ് ചെയ്തിരുന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പെറ്റീഷനൊക്കെ കൊടുത്തിരുന്നു, ഫ്രീഡം ഓഫ് പ്രസ് വേണം എന്ന് പറഞ്ഞ്. എഡ്യൂക്കേഷൻ്റെയും സയൻസിൻ്റെയും വെസ്റ്റേൺ നോളജിൻ്റെയൊക്കെ ഇഷ്യൂസിനെ കുറിച്ച് ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രസ് എന്ന് പറയുന്ന റൂളേഴ്സിനെയും റൂൾ ചെയ്യുന്ന ആളുകളെ, അതായത് സിറ്റിസൺസിനെയും അതുപോലെ തന്നെ റൂളേഴ്സിനെയും എൻലൈറ്റൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കണം പ്രസ് എന്നാണ് ഇദ്ദേഹം എംഫസൈസ് ചെയ്തത്. മൾട്ടി ലിംഗ്വൽ പബ്ലിക്കേഷൻസ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റിയെക്കുറിച്ച് ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്നു. പൊളിറ്റിക്കൽ റീഫോംസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ത്രൂ ഹിസ് ജേർണൽസ്. പിന്നെ മോഡേൺ ഇന്ത്യൻ ജേർണലിസത്തിന് ഫൗണ്ടേഷൻ നൽകിയത് ഇദ്ദേഹത്തിൻ്റെ എഫേർട്സ് ആണ് കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ അതർ ഇന്ത്യൻസിനെയൊക്കെ എൻകറേജ് ചെയ്തിരുന്നു. ന്യൂസ് പേപ്പേഴ്സ് ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണം എന്ന് ബിലീവ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഈവൻ ബ്രിട്ടീഷുകാർ പോലും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ കറേജിനെ റെസ്പെക്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ് വരുന്നത് സെറാംപൂർ മിഷണറീസ് ആണ്. സെറാംപൂർ എന്ന് പറയുന്നത് ഒരു ഡാനിഷ് സെറ്റിൽമെൻ്റ് ആണ് കൽക്കട്ടയിലുള്ള. മിഷണറീസ് ആയിട്ടുള്ള വില്യം കാരെ, ജോഷുവ മാർഷ്മാൻ ആൻഡ് വില്യം വാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു പ്രിന്റിംഗ് പ്രസ്സസ് ഈ ഒരു സെറാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് അങ്ങനെയാണ് സെറാംപൂർ മിഷൻ പ്രസ് എന്നും പറഞ്ഞ് 1800 സ്റ്റാർട്ട് ചെയ്യുന്നത്. റിലീജിയസ് ടെക്സ്റ്റും എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും ആയിരുന്നു ഇവർ ആദ്യമേ പബ്ലിഷ് ചെയ്തിരുന്നത്. പിന്നീട് ബൈബിളിനെ സെവറൽ ഇന്ത്യൻ ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്തിരുന്നു ഇവർ. മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെറാംപൂർ മിഷണറീസ് ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ജേർണലൊക്കെ പബ്ലിഷ് ചെയ്ത് ഇവരാണ്. ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ളത് പിന്നീട് ദ സ്റ്റേറ്റ്സ്മൻ എന്ന ന്യൂസ് പേപ്പറുമായിട്ട് മെർജ് ചെയ്തു. സോഷ്യൽ റിഫോംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ക്രിസ്ത്യാനിറ്റി ഒക്കെ സ്പ്രെഡ് ചെയ്യാനും ഇവർ ശ്രമിച്ചിരുന്നു, ദോ ബിക്കോസ് ദേ ആർ മിഷണറീസ്. പിന്നെ ഇന്ത്യൻ ലിറ്ററസി, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. വെസ്റ്റേൺ സയന്റിഫിക് നോളജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല റോൾ ഇവർ വഹിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു സ്കൂൾസിൽ ഇന്ത്യൻ ലാംഗ്വേജസിൽ. പിന്നെ പ്രസ്സിനെ ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു മീഡിയമായിട്ടും ഇവർ കണ്ടിരുന്നു. ആൻഡ് ഓൾസോ പിന്നെ വെർനാക്കുലർ ജേർണലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് റീജിയണൽ ലാംഗ്വേജസിലൊക്കെ ന്യൂസ് പേപ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാനും ഒക്കെ സാധിപ്പിച്ചു. അതായത് കോമൺ പീപ്പിളിനെ ആക്സസിബിൾ ആക്കി മാറ്റി ന്യൂസ് പേപ്പേഴ്സ്. ബംഗാളി, സാൻസ്ക്രിറ്റ് ആൻഡ് അതർ ഇന്ത്യൻ ലാംഗ്വേജസിൽ പബ്ലിഷ് ചെയ്തു. ആൻഡ് ഓൾസോ എൻകറേജ്ഡ് ഇന്ത്യൻസ് ടു യൂസ് ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ മൾട്ടി ലിംഗ്വൽ പബ്ലിഷിംഗ് കൊണ്ടുവന്നത് ഇവരാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ട്രെയിനീസിനെയൊക്കെ പ്രസ്സിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു ഇവർക്ക്, പ്രിന്റിംഗ് പ്രോസസ്സിലൊക്കെ എസ്പെഷ്യലി. സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള വിമൻസ് എഡ്യൂക്കേഷനൊക്കെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചു. യൂറോപ്യൻ ആൻഡ് ഇന്ത്യൻ നോളജിന് ഒരു ബ്രിഡ്ജ് കൊണ്ടുവരാൻ ഇവർ സാധിക്കുകയുണ്ടായി ഇവർക്ക്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഇന്ത്യൻ പ്രിന്റിംഗിൽ കൊണ്ടുവന്നത് സെറാംപൂർ മിഷണറീസ് അല്ലെങ്കിൽ സെറാംപൂർ പ്രസ്സാണ്. നെക്സ്റ്റ് മഹാത്മാഗാന്ധി ആസ് എ ജേർണലിസ്റ്റ് ആണ്. ഗാന്ധി കൺസിഡേർഡ് ജേർണലിസം ആസ് എ സർവീസ് ടു ട്രൂത്ത്.
ട്രൂത്തിനുള്ളൊരു സർവീസായിട്ടാണ് ജേർണലിസത്തിനെ മഹാത്മാഗാന്ധി കണ്ടിരുന്നത്. സെവറൽ ന്യൂസ് പേപ്പേഴ്സ് ഇദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, പിന്നെ ഹരിജൻ എന്നുള്ളത്, നവജീവൻ. പ്രസ്സിനെ ഒരു ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ടൂളായിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നത്. ജേർണലിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജേർണലിസം എത്തിക്കൽ, മോറൽ ആൻഡ് റീഫോമിസ്റ്റ് ആയിരുന്നു. ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ അവേക്കനിങ്ങിന് വേണ്ടി ആയിരിക്കണം, അല്ലാതെ പ്രോഫിറ്റിന് വേണ്ടി ആകരുത് എന്ന് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു. നോൺ വയലൻസിനെ കുറിച്ചും ട്രൂത്തിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം എഴുതി. നാഷണലിസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്തു കോമൺ ഇന്ത്യൻസിൻ്റെ ഇടയിൽ. സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജിലായിരുന്നു ഇദ്ദേഹം എഴുതിയിരുന്നത്, ബിക്കോസ് ഫോർ കോമൺ പീപ്പിളിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. പിന്നെന്താണ്, സെൻസേഷണലിസം ഒക്കെ അവോയ്ഡ് ചെയ്തിരുന്നു. പിന്നെ ആവശ്യമില്ലാത്ത പ്രൊപ്പഗൻഡാസ് ഒന്നും അദ്ദേഹം യൂസ് ചെയ്തിരുന്നില്ല റൈറ്റിങ്സിൽ. പിന്നെന്താണ്, ഒപ്പീനിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സിലൂടെ. അതുപോലെ തന്നെ വിത്തൗട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരുന്നു ഇദ്ദേഹം പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പേഴ്സ്. ഹിന്ദുസിനും മുസ്ലിംസിനും ബാക്കി എല്ലാ കമ്മ്യൂണിറ്റീസിനും ഇടയിലും യൂണിറ്റി വേണമെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. ആൻഡ് ഒരു എത്തിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ടോൺ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ. ഓക്കെ. ആൻഡ് സോഷ്യൽ റിഫോംസ് ആയിട്ടുള്ള, അതായത് സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള അൺടച്ചബിലിറ്റി, വിമൻസ് റൈറ്റ്സിന് വേണ്ടിയൊക്കെ ഇദ്ദേഹം ഒരുപാട് വാദിച്ചു. ആൻഡ് ജേർണലിസം എന്ന് പറഞ്ഞൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കാനാണ് ഇദ്ദേഹം പറഞ്ഞത്, അല്ലാതെ ഒരു പ്രൊഫഷനായിട്ടല്ല. ഓക്കെ. ട്രൂത്ത് ഓറിയൻറ്റഡ് ന്യൂസ് ആയിരുന്നു ഇദ്ദേഹത്തിനെ എംഫസൈസ് ചെയ്തിരുന്നത്. ഒരുപാട് തവണ മൾട്ടിപ്പിൾ ടൈംസ് ജയിൽ ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹം പ്രിസണിൽ ഇരുന്നുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെന്താണ്, പേഴ്സണൽ ഓണസ്റ്റി പ്ലസ് പൊളിറ്റിക്കൽ ആക്ടിവിസം ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ജേർണലിസത്തിനെ ഒരു സത്യാഗ്രഹത്തിൻ്റെ വെപ്പണായിട്ടും തന്നെ ഇദ്ദേഹം മാറ്റുകയുണ്ടായി. നെക്സ്റ്റ്, മീഡിയ ഡ്യൂറിങ് എമർജൻസി ആണ് 1975 to 1977. അതായത് എമർജൻസി പീരീഡ് എന്ന് പറയുന്നത് 1975 to 1977 കാലഘട്ടത്തിനെയാണ് പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് 25 ജൂണിൽ 1975 എമർജൻസി ഡിക്ലെയർ ചെയ്തത്. പ്രസ് ഫ്രീഡം എല്ലാം ആ സമയത്ത്, അതായത് ഗവൺമെന്റിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലടയ്ക്കാനും ഇവൻ കൊല്ലാൻ വേണ്ടിയുള്ള ഇതും കൂടി ഒരു റൂള് പോലെയാണ് എമർജൻസി ടൈമിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രസ്സിനുള്ള ഫ്രീഡം, അതായത് ന്യൂസ് പേപ്പേഴ്സിനുള്ള ഫ്രീഡം നല്ല രീതിയിൽ ലിമിറ്റഡ് ആയിരുന്നു. പ്രസ് എന്ന് വെച്ചാൽ ഈവൻ ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ TV ന്യൂസോ എന്താണെന്നെങ്കിലും ആയിക്കോട്ടെ, റേഡിയോ ആണെങ്കിലും ആയിക്കോട്ടെ, എല്ലാം ബാൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതായത് ന്യൂസ് പേപ്പേഴ്സിനൊക്കെ പ്രീ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. പ്രീ സെൻസർഷിപ്പ് എന്ന് വെച്ചാൽ before publishing അല്ലെങ്കിൽ before printing the news, this news has to undergo several editing process and several censorship process. അപ്പോൾ അതാണ് പ്രീ സെൻസർഷിപ്പ് പ്രോസസ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ എഡിറ്റേഴ്സിന് ആർട്ടിക്കിൾസ് സെൻസേഴ്സിന് മുമ്പിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. മെനി ജേർണലിസ്റ്റുകളെ എഡിറ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് പേപ്പേഴ്സിൻ്റെ എന്താണ് ഈ ഇതെല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പിന്നെന്താ പറയുക, പ്രസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഇന്ത്യൻ എക്സ്പ്രസും സ്റ്റേറ്റ്സ്മെനും ഈ സെൻസർഷിപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. ഈ ന്യൂസ് പേപ്പേഴ്സ് ചില പേപ്പേഴ്സ് ബ്ലാങ്ക് സ്പേസസ്, അതായത് ചില പേപ്പേഴ്സ് അവർ പബ്ലിഷ് ചെയ്തു, പക്ഷേ അവർ മനഃപൂർവ്വം സെൻസർഷിപ്പിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് സ്പേസസിലാണ് പബ്ലിഷ് ചെയ്ത് വിട്ടത്. അതായത് ന്യൂസ് പേപ്പേഴ്സിൽ ന്യൂസ് ഒന്നും കാണത്തില്ല, ജസ്റ്റ് പ്ലെയിൻ പേപ്പർ മാത്രമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫോറിൻ ജേർണലിസ്റ്റുകളും ക്ലോസ്ലി മോണിറ്റർ ചെയ്തിരുന്നു ഗവൺമെൻറ്. റേഡിയോ ആൻഡ് ദൂരദർശൻ ഗവൺമെൻറ്റിൻ്റെ പ്രൊപ്പഗൻഡ ടൂൾസ് ആയിട്ട് മാറി. ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസ് മാത്രം റേഡിയോയിലൂടെയും ദൂരദർശനിലൂടെയും ഇറക്കാൻ തുടങ്ങി. ന്യൂസ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി ഗവൺമെൻറ് പോളിസീസിന് വേണ്ടി. പിന്നെന്താണ്, പബ്ലിക്കിൻ്റെ ആ ഒരു ഡിസെൻറ്റ് അല്ലെങ്കിൽ ദേഷ്യം സൈലൻസ് ചെയ്തു മീഡിയ കൺട്രോളിലൂടെ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അബോളിഷ് ചെയ്തു ടെമ്പററി ആയിട്ട്. പിന്നെ എല്ലാ ആളുകൾക്കും, ജേർണലിസ്റ്റുകൾക്കും അതായത് ഒരു ഫിയർ വൈഡ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. സം ജേർണലിസ്റ്റ് സപ്പോർട്ട് ചെയ്തു എമർജൻസിയെ സർവൈവലിന് വേണ്ടി മാത്രം, അതായത് ഗവൺമെൻറ്റിനെ പിടക്കണ്ട എന്ന് പറഞ്ഞ് മാത്രം. മീഡിയയുടെ ക്രെഡിബിലിറ്റിയാണ് സഫർ ചെയ്ത് ഈ സമയത്തെല്ലാം. ഹിമ്മത്ത് എന്ന് പറഞ്ഞും മെയിൻ സ്ട്രീം എന്നും പറഞ്ഞുള്ള ഇൻഡിപെൻഡൻറ്റ് മാഗസീൻസും ഒക്കെ സപ്രഷൻ ഫേസ് ചെയ്തു. ചില അണ്ടർഗ്രൗണ്ട് ന്യൂസ് ലെറ്റേഴ്സൊക്കെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി ട്രൂത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി. മീഡിയ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആവാൻ തുടങ്ങി. സ്റ്റേറ്റ് കൺട്രോളിൻ്റെയും പ്രസ് ഫ്രീഡത്തിൻ്റെയും ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റിലാവാൻ തുടങ്ങി. ഇന്റർനാഷണൽ മീഡിയ ഇന്ത്യൻ സെൻസർഷിപ്പിനെ ക്രിട്ടിസൈസ് ചെയ്തു. മെനി ബിലീവ്സ് ആ ഡെമോക്രസിയുടെ സർവൈവൽ ജേർണലിസത്തിനെ അല്ലെങ്കിൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് തന്നെ അവർക്ക് മനസ്സിലായി. ആഫ്റ്റർ 1977 ഭാരതീയ ജനതാ പാർട്ടിയാണ് പ്രസ് ഫ്രീഡത്തിനെ റീസ്റ്റോർ ചെയ്തത്. അപ്പോൾ എമർജൻസി ടൈമിൽ ഇന്ത്യൻ മീഡിയയുടെ ആ വൾണറബിലിറ്റിയെ കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആ ഒരു ഇന്ത്യൻ മീഡിയ എമർജൻസി ടൈമിൽ. ഓക്കെ. അപ്പോൾ ഡേഞ്ചേഴ്സ് ഓഫ് സെൻസർഷിപ്പിനെയാണ് ഇവിടെ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എമർജൻസി പീരീഡിൽ. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മലയാളം പ്രസ്, രാജ്യസമാചാരം, പശ്ചിമോദയം, ജ്ഞാനനിക്ഷേപം, ദീപിക, മലയാള മനോരമ, കേരള മിത്രം, കേരള പത്രിക, മാതൃഭൂമി, അല്ലമീൻ, കേരള കൗമുദി. ഈ ഒരു ന്യൂസ് പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്.
ആദ്യം വരുന്നത് രാജ്യസമാചാരമാണ്. 1847 ഇത് ഇറക്കിയത്. ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പറാണ്. ജർമ്മൻ മിഷണറി ആയിട്ടുള്ള റെവറൻഡ് ഹെർമൻ ഗുണ്ടേർട്ട് ആണ് തലശ്ശേരിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. തലശ്ശേരി ഇല്ലിക്കുന്നിലാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബേസൽ മിഷൻ പ്രസ്സിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ഇഷ്യൂ ജൂൺ 1847 ആയിരുന്നു. മെയിൻലി ഫോക്കസ്ഡ് ഓൺ ക്രിസ്ത്യൻ മിഷണറി ന്യൂസ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വാല്യൂസ്, ബൈബിൾ ട്രാൻസ്ലേഷൻസ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ഇത് ഇനിഷ്യലി. ടാർഗറ്റഡ് ക്രിസ്ത്യൻ കൺവേർട്ടുകൾക്കും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ലോക്കൽസിന് വേണ്ടിയായിരുന്നു ഇത് ഇറക്കിയിരുന്നത്. മിഷണറി ആക്ടിവിറ്റീസ്, കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ ആക്ടിവിറ്റീസിനായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ മലയാളത്തിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യൻസിനെതിരെയൊക്കെ ആയിരുന്നു ഇത് ഇറക്കിയിരുന്നത്. ആൻഡ് നോർത്ത് കേരള റീജിയൻസിലായിരുന്നു ഇത് പ്രോമിനന്റ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ ചർച്ച് ആക്ടിവിറ്റീസിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. 1850 വരെ ഇത് ഫംഗ്ഷൻ ചെയ്തു. 200 to 300 കോപ്പീസ് മാത്രമായിരുന്നു സർക്കുലേഷൻ. അപ്പോൾ മലയാളത്തിൽ റീഡിംഗ് പബ്ലിക്കിനെ കൊണ്ടുവന്നത് ഈ ഒരു ന്യൂസ് പേപ്പർ ആയിരുന്നു കേട്ടോ. ആൻഡ് ഹിന്ദുസ് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു ബിക്കോസ് ഓഫ് ദിസ് റിലീജിയസ് ബയാസ് ഉള്ളത് കൊണ്ട് തന്നെ. അതായത് ക്രിസ്ത്യാനിറ്റി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഹിന്ദുസിന് വലിയ എതിർപ്പായിരുന്നു. ആൻഡ് പീരിയോഡിക്കൽ ജേർണലിസം സ്റ്റാർട്ട് ചെയ്ത ഇവരാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പശ്ചിമോദയമാണ്. 1847 തന്നെയാണ്. അതൊരു ലിറ്റററി കം എഡ്യൂക്കേഷണൽ ജേർണലാണ് മലയാളത്തിലെ. ബേസൽ മിഷൻ പ്രസ് തന്നെയാണ് തലശ്ശേരിയിലുള്ള ഇവർ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത്. രാജ്യസമാചാരത്തിന്റെ ഒരു കമ്പാനിയൻ ജേർണൽ നമുക്കിത് പറയാം. ഒക്ടോബർ 1847 ഹെർമൻ ഗുണ്ടേർട്ടാണ് എഡിറ്റ് ചെയ്തത്. ജോഗ്രഫിയെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും ഒക്കെയുള്ള എസ്സേസ് ഉണ്ടായിരുന്നു. ആൻഡ് വെസ്റ്റേൺ സയന്റിഫിക് ഐഡിയാസ് കേരളത്തിലോട്ട് കൊണ്ടുവന്നത് പശ്ചിമോദയമാണ്. റിലീജിയസ് തീംസ് മാത്രമല്ല, അല്ലാതുള്ള ഏരിയാസിലും ആസ്ട്രോണമി, ഇൻവെൻഷൻസ്, റെയിൽവേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. വേൾഡ് അഫയേഴ്സിനെ കുറിച്ചും റാഷണൽ തിങ്കിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്തു. ഇംഗ്ലീഷ് എസ്സേസിന്റെ ട്രാൻസ്ലേഷൻസ് ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഈ സർക്കുലേഷൻ ലിമിറ്റഡ് ആയിരുന്നു, പക്ഷേ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. മലയാളം സയൻസ് റൈറ്റിംഗിന് ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് പശ്ചിമോദയമാണ്. പിന്നെ മോഡേൺ ജേർണലിസം സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇവരാണ്. മിഡ് 19th century ആയപ്പോൾ ഡിക്ലൈൻ ചെയ്തു. 1850s ആയപ്പോഴത്തേക്കും സർക്കുലേഷൻ എൻഡായി. നെക്സ്റ്റ് വരുന്നത് ജ്ഞാന നിക്ഷേപമാണ്. ഫസ്റ്റ് മലയാളം ചർച്ച് മാഗസിനാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്, അതായത് CMS മിഷണറീസ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കോട്ടയം CMS പ്രസ്സിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മലയാളം ചർച്ച് മാഗസിനാണിത്. ഫസ്റ്റ് ഇഷ്യൂ അപ്പിയർ ചെയ്ത് 1848 റിലീജിയസ് കോണ്ടന്റ് മാത്രമാണ്, സിറിയൻ ക്രിസ്ത്യൻസിന് വേണ്ടിയുള്ള റിലീജിയസ് കോണ്ടന്റ് ആണ്. അപ്പോൾ ട്രഷറി ഓഫ് നോളജ് എന്നാണ് ഈ ഒരു ജ്ഞാന നിക്ഷേപത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ബൈബിൾ സ്റ്റഡിയെക്കുറിച്ചും സർമൺസിനെ കുറിച്ചും ഒക്കെ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു ഇതൊക്കെ. എഡ്യൂക്കേഷൻ, മോറൽ ഇൻസ്ട്രക്ഷൻ, പിന്നെ അതുപോലെ തന്നെ CMS സ്കൂൾസിലെയൊക്കെ റിപ്പോർട്ടുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ലിറ്ററസി സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക, അതായിരുന്നു ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ ഹിന്ദു കസ്റ്റംസിനെയൊക്കെ ഇവർ ക്രിട്ടിസൈസ് ചെയ്ത് ഈ പേപ്പറിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. മാരേജിലും സോഷ്യൽ പ്രാക്ടീസിലുള്ള റീഫോംസിനെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ലോയൽ ക്രിസ്ത്യൻ റീഡർഷിപ്പ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ എയിം എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രോങ് ചർച്ച് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് സർവൈവ് ചെയ്തത്. ആൻഡ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി റണ്ണിങ് ജേർണൽസ് ഇൻ ഇന്ത്യ ആണ് എന്തെന്ന് പറയുന്നത് ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്നത്. ഒരു ചർച്ച് ലെഡ് ജേർണലിസത്തിന്റെ സിമ്പലാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ദീപികയാണ്. ദീപിക എന്ന് പറയുന്നതും ഓൾഡസ്റ്റ് സർവൈവിംഗ് മലയാളം ഡെയിലിയാണ്. ഫസ്റ്റ് പബ്ലിഷ്ഡ് നസ്രാണി ദീപിക എന്നായിരുന്നു ഇത് ആദ്യം പബ്ലിഷ് ചെയ്ത്. കാത്തലിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാത്തലിക് ക്ലർജി ഇൻ കോട്ടയം ആയിരുന്നു അവർ ഫൗണ്ട് ചെയ്തതാണ് ദീപിക എന്ന് പറയുന്നത്. ഇനിഷ്യൽ എയിം എന്ന് പറയുന്നത് കാത്തലിക് സിറിയൻ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യുക. 1887 ഇറക്കിയത് ഫസ്റ്റ് ഇഷ്യൂ. പിന്നീടാണ് ദീപിക എന്നുള്ള പേരിലോട്ട് മാറിയത്. റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ എഡ്യൂക്കേഷനും അഡ്വക്കേറ്റ് ചെയ്തു. കേരള പൊളിറ്റിക്സ് 20th century ഒക്കെ ആയപ്പോഴത്തേക്കും പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് കാത്തലിക് ന്യൂസ് പേപ്പർ ഇൻ കേരള ആണിത്. വർക്കേഴ്സിന്റെ സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ എഴുതി. ആന്റി ലിക്വർ ക്യാമ്പയിൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്തു. സെൻട്രൽ കേരളയിലായിരുന്നു ഇത് കൂടുതലും സർക്കുലേറ്റ് ചെയ്തിരുന്നത്. സോഷ്യൽ ക്രിറ്റിസിസത്തിന് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തു. അതുപോലെ തന്നെ പിന്നീടാണ് 1939 ഇത് വീക്ക്ലിയിൽ നിന്ന് ഡെയിലി ആയിട്ട് മാറിയത്. ഓക്കെ, രാഷ്ട്രദീപിക ലിമിറ്റഡ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്. മിഡ് 20th century ആയപ്പോഴത്തേക്കും സർക്കുലേഷൻ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ സെക്യുലർ ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ് അവരിപ്പോൾ ഉള്ളത്. അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് 2000 ഫേസ് ചെയ്തു. പിന്നെന്താണ്, വർക്കേഴ്സാണ് മാനേജ്മെൻറ്റ് പിന്നീട് അത് ടേക്ക് ഓവർ ചെയ്തത്. അത് പിന്നീട് ഒരു കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവായിട്ട് ഇപ്പോൾ അത് സർവൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡ്രിവൻ പ്രസിൻ്റെ സിമ്പിളാണ് ദീപിക എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന മലയാള മനോരമയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഇത് ഫൗണ്ട് ഔട്ട് ചെയ്ത് 1888 കോട്ടയത്ത് ഒരു വീക്ക്ലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഒരു ഡെയിലി ആയിട്ട് മാറുവാണ് 1928. ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് 22 March 1888. സ്ട്രോങ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബാക്കിംഗ് ഉണ്ട്.
പ്രൊഫഷണൽ ജേർണലിസത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണിത്. മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇവരാണ്. ഗവൺമെൻറ് ബാൻ 1938 കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. 1947 ശേഷം പിന്നീട് വീണ്ടും പ്രിന്റിംഗ് തുടങ്ങുമായിരുന്നു. പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് വളരെ റാപ്പിഡായിട്ട് ഇവർക്ക് ഗ്രോത്ത് ഉണ്ടായത്. ലാർജസ്റ്റ് മലയാളം ഡെയിലിയാണ്. പിന്നെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനൊക്കെ ഒരുപാട് വൈറ്റൽ റോൾ ഇവർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റൈറ്റ്സിന് വേണ്ടിയും ഒക്കെ ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കളേർഡ് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ കളേർഡ് പേപ്പർ കൊണ്ടുവന്ന ഇവരാണ് കേട്ടോ. പിന്നെ വീക്ക്ലീസ് ആയിട്ട് മാഗസീനും ഒക്കെ ഉണ്ട് ഇവർക്ക്. TV ചാനൽ വരെ ഉണ്ട് ഇവർക്ക്. FM സ്റ്റേഷൻ പോലും ഉണ്ട്, റേഡിയോ സ്റ്റേഷൻ പോലും ഉണ്ട് ഇവർക്ക്. മനോരമ ഇയർ ബുക്ക് എന്ന് പറയുന്ന ഫേമസ് ആണ് ഇവരുടേത്. ഗ്ലോബൽ മലയാളി റീഡർഷിപ്പാണുള്ളത്. ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലും പക്ഷേ സെക്യുലർ ആണ്. പിന്നെന്താണ്, ഹ്യൂജ് സർക്കുലേഷൻ ആണ്. ഓവർ 2 മില്യൺ ആണ് ഇവർക്ക് സർക്കുലേഷൻ കോപ്പീസ്. സെക്കൻഡ് ലാർജസ്റ്റ് റീജിയണൽ ഡെയിലി ആണ് ഇതിനെ പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയത്താണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കേരള മിത്രമാണ്. ഫസ്റ്റ് മലയാളം ഡെയിലി ന്യൂസ് പേപ്പർ 1881 ദേവ്ജി ഭീംജി എന്നുള്ളൊരു ഗുജറാത്തി ബിസിനസ്മാൻ ആണ് കൊച്ചിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു മലയാള മനോരമയുടെ. അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ എഡിറ്റർ. കൊച്ചിയിൽ നിന്നാണ് പബ്ലിഷ് ചെയ്ത് 1881. സെക്യുലർ പ്രസ്സിന് ഒരു എൻട്രി കൊടുത്തത് ഇവരായിരുന്നു. പിന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ചും മലയാളി മിഡിൽ ക്ലാസിനെ കുറിച്ചും ട്രാവൻകൂർ പോളിസീസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇവർ എഴുതിയിട്ടുണ്ട്. കേരള യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നല്ല ഷാർപ്പായിട്ടുള്ള പൊളിറ്റിക്കൽ കമൻട്രി കൊടുക്കുന്ന എഡിറ്റോറിയൽസ് ആയിരുന്നു ഇവരുടേത്. പിന്നെന്താണ്, റൈറ്റേഴ്സിനും ഇൻ്റലക്ച്വൽസിനും ഒക്കെ എഴുതാനൊരു സ്പേസ് കൊടുത്തിരുന്നു. കറപ്ഷനെ ക്രിട്ടിസൈസ് ചെയ്തു, കാസ്റ്റ് ബാരിയേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷേ ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം. പിന്നെ കൊച്ചിയിലും ട്രാവൻകൂറിലും ഒക്കെ സർക്കുലേഷൻ ലിമിറ്റഡ് ആയിട്ട് മാറി. പിന്നെന്താണ്, മലയാള മനോരമയൊക്കെ ഇൻസ്പയർ ചെയ്തിരുന്ന ഒരു ഡെയിലിയാണിതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പബ്ലിക് ഡിബേറ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്തു. ഇറ്റ് ഈസ് റിമെമ്പേർഡ് ആസ് എ ഫസ്റ്റ് ട്രൂ ഡെയിലി എന്ന് പറയുന്നത് കേരള മിത്രം എന്നാണ് കേട്ടോ. ലെസ് റിലീജിയസ് ആണ്, മോർ പൊളിറ്റിക്കലാണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രസ്സിന് ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയത് ഇവരാണ്. കേരള പത്രിക 1884 C കുഞ്ഞിരാമ മേനോനാണ് ഫൗണ്ട് ഔട്ട് ചെയ്തത്. കോഴിക്കോട് 1884 സ്റ്റാർട്ട് ചെയ്തു. ഏർലിയസ്റ്റ് സെക്യുലർ ന്യൂസ് പേപ്പറാണ്. നാഷണലിസ്റ്റ് ലീനിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. മോഡേൺ എഡ്യൂക്കേഷനെ എൻകറേജ് ചെയ്തിരുന്നു ഇവർ. ഷാർപ്പ് സറ്റയർ ആയിരുന്നു. നല്ല ആ ഒരു സറ്റയറിക്കൽ രീതിയിലായിരുന്നു അതോറിറ്റീസിനെതിരെ എഴുതിയിരുന്നത്. പിന്നെ മലബാർ പബ്ലിക്കിന് വേണ്ടി ആക്റ്റീവായിട്ട് ഒരു സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള ന്യൂസ് പേപ്പറായിരുന്നു ഇതെന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ അവേക്കനിങ് നോർത്ത് കേരളയിൽ കൊണ്ടുവന്നു. ഫാമേഴ്സിനെയും വർക്കേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. സെൻസർഷിപ്പ് വന്നു ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത്. 1910 ഇവരെ ബാൻ ചെയ്തിരുന്നു ഷോർട്ട് പീരീഡിൽ. പിന്നെ ജേർണലിസത്തിനെ പ്രൊഫഷനാക്കി മാറ്റാനുള്ള എൻകറേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. സർക്കുലേഷൻ മോഡറേറ്റ് ആയിരുന്നു, പക്ഷേ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. ഓക്കെ. പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം ഡിക്ലൈൻ ചെയ്തു. നെക്സ്റ്റ് മാതൃഭൂമിയാണ്. 1923 KP കേശവ മേനോനാണ് ലോഞ്ച് ചെയ്ത് കോഴിക്കോട്. നാഷണലിസ്റ്റ് ന്യൂസ് പേപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെയൊക്കെ വോയിസ് ആയിരുന്നു കേരളത്തിൽ. ബ്രിട്ടീഷ് കോളനീസിനെതിരെ ഫൈറ്റ് ചെയ്തു. കോൺഗ്രസ് പോളിസീസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. യൂത്ത് മൂവ്മെൻറ്റ്സിനെ ഇൻസ്പയർ ചെയ്തിരുന്നു. സോൾട്ട് സത്യാഗ്രഹം എന്നൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു ഈ പേപ്പർ. അതുപോലെ തന്നെ ഗാന്ധിയൻ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ വൈക്കം സത്യാഗ്രഹ ആ ഒരു ഇവൻറ്റിനെയൊക്കെ നല്ല രീതിയിൽ കവറേജ് കൊടുത്തിരുന്നൊരു പേപ്പറാണ് മാതൃഭൂമി. പിന്നെ ലേറ്റർ ഡെയിലി ന്യൂസ് പേപ്പറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാതൃഭൂമി വീക്ക്ലി ഉണ്ട്. പിന്നെ MT വാസുദേവൻ നായരുമായിട്ടൊക്കെ ആ റൈറ്റർ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റഡ് ആണ് മാതൃഭൂമി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ റോളായിരുന്നു ഈ പേപ്പറിലുള്ളത്. സ്ട്രോങ് നാഷണലിസ്റ്റ് ഐഡൻറ്റിറ്റിയാണ് ഉള്ളത്. മാഗസിൻ പബ്ലിഷിംഗ് തുടങ്ങി വെച്ചതിൽ ഒരാൾ ഇവരെ തന്നെയാണ് കേട്ടോ. പിന്നെ പേപ്പർ ഓഫ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് അല്ലമീൻ എന്നാണ്. അത് മുഹമ്മദ് അബ്ദുർ റഹിമാൻ സാഹിബാണ് സ്റ്റാർട്ട് ചെയ്ത് 1924 കോഴിക്കോട്. ഫസ്റ്റ് മേജർ മുസ്ലിം ഓൺഡ് മലയാളം ന്യൂസ് പേപ്പർ ആയിരുന്നു. നാഷണലിസ്റ്റ് ആയിരുന്നു, ആൻറ്റി ബ്രിട്ടീഷ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. ഹിന്ദു മുസ്ലിം യൂണിറ്റി അഡ്വക്കേറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ടൈറ്റിലായിട്ടുള്ള ദ ട്രസ്റ്റ് വർത്തി. അൽ അമീൻ എന്ന് വെച്ചാൽ ദ ട്രസ്റ്റ് വർത്തി. കേരള മുസ്ലിം കമ്മ്യൂണിറ്റി ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തു. മോഡേൺ എഡ്യൂക്കേഷൻസ് മുസ്ലിംസിനെ എൻകറേജ് ചെയ്തു. ബ്രിട്ടീഷിൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിക്കെതിരെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിരുന്നു. സ്ട്രോങ്ലി ഒപ്പോസ്ഡ് കമ്മ്യൂണലിസം. ഗാന്ധിയൻ മൂവ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്തു. മലബാർ റീജിയനിലായിരുന്നു പോപ്പുലർ ആയിരുന്നത്. റിപ്പീറ്റഡ് സെൻസർഷിപ്പ് ഇവർ ഫേസ് ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് 1930 ഇവരെ ബാൻ ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഫ്രീഡം സ്ട്രഗിളിൽ മുസ്ലിം പാർട്ടിസിപ്പേഷൻ്റെ ഒരു സിമ്പലായിരുന്നു ഈ പേപ്പർ എന്ന് പറയുന്നത്. മലബാർ മുസ്ലിംസിന് വോയിസ് കൊടുത്തൊരു പേപ്പറാണ്. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് യൂത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു. ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരുന്നു ന്യൂസ് പേപ്പറിന്, പക്ഷേ നല്ല ഡീപ്പായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് കേരള കൗമുദി 1911 വന്നു. CV കുഞ്ഞിരാമനാണ് സ്റ്റാർട്ട് ചെയ്ത് മയ്യനാട് കൊല്ലത്ത് വെച്ച്.
കൊല്ലം, മയ്യനാട്. പിന്നെ അതുപോലെ ലേറ്റർ ഇറ്റ് വാസ് ഷിഫ്റ്റഡ് ടു തിരുവനന്തപുരം. ഇനിഷ്യലി വീക്ക്ലി ആയിരുന്നു, പിന്നീട് ഡെയിലി ആയിട്ട് മാറി. സോഷ്യൽ ഇക്വാളിറ്റിക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ ഐഡിയൽസിനെ സപ്പോർട്ട് ചെയ്തു. പിന്നീട് SNDP മൂവ്മെന്റിന്റെ മൗത്ത് പീസ് ആയിട്ട് മാറി. കാസ്റ്റ് ഓപ്പറേഷനെതിരെ ഫൈറ്റ് ചെയ്തു. ട്രാവൻകൂറിലെ ഫ്യൂഡലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തു. വർക്കിംഗ് ക്ലാസ് ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്തു. ഷാർപ്പായിട്ടുള്ള ലിറ്റററി സ്റ്റൈലാണ് ഇതിൻ്റെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെന്താണ്, എസ്സേസും സറ്റയറും പോംസും ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. പോപ്പുലർ എമംഗ് ഈഴവ ആൻഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. പിന്നെ സോഷ്യൽ കമൻട്രി ആണെങ്കിലും ന്യൂസ് ആണെങ്കിലും ബാലൻസ്ഡ് ആയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 1-നകത്തും മൊഡ്യൂൾ 2-നകത്തും ഉള്ളത്.